കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ബൈക്ക് ഓടിച്ചിട്ട് ഒരു ചെറുപ്പക്കാരൻ ഗുരുവായൂർ ക്ഷേത്രത്തിന് നടവരെത്തി, ബൈക്ക് ഓടിച്ചിട്ട്. പിന്നീട് പോലീസ് അയാളെ ഈ ഏകദേശം ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ നടയിൽ കൂടി വന്നിട്ട് ഏറ്റവും അവസാനം നമുക്കവിടെ അറിയാം ഒരു ബാരിക്കേഡ് സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ എത്തിയിട്ട് അവിടുത്തെ കടക്കാരും പോലീസും കൂടി ഇയാളെ പിടിക്കുകയാണ് ചെയ്തത്. പിന്നീട് പറഞ്ഞു അയാൾ എന്തോ മദ്യപിച്ചിട്ടുണ്ട്. അപ്പൊ എന്താ വെച്ചാൽ ഒരു ബൈക്കുകാരൻ വിചാരിച്ചാൽ പോലും വളരെ നിഷ്പ്രയാസം ഗുരുവായൂർ ക്ഷേത്ര നടയിൽ കൂടി എത്താൻ സാധിക്കുന്നു. ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച പോലെ ഗുരുവായൂർ ക്ഷേത്ര സുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ റീലുകൾ എടുക്കുക, അതിന്ന് ശരിക്കും പറഞ്ഞാൽ റീലുകൾ എടുത്ത് അവർ വ്യക്തിപരമായിട്ട് അവർക്ക് എന്താ പറയുക പബ്ലിസിറ്റി ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ട്. ഞങ്ങൾ പലതവണ ഭാരതീയ ജനതാ പാർട്ടി ഗുരുവായൂർ ദേവസ്വം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വളരെയധികം ഭക്തർക്ക് എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ. നമസ്കാരം. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പരിസരത്ത് മത്സ്യമാംസാദികൾ വിൽക്കാനോ അല്ലെങ്കിൽ അത് കഴിക്കാനോ പാടില്ലാത്ത പ്രദേശങ്ങൾ ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം കൃത്യമായിട്ടുള്ളതാണ്. പക്ഷേ ഈ സമയത്ത് ദേവസ്വം ബോർഡിന്റെ കീഴിൽ ഒരു കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലത്ത് മാംസം വെച്ച ഒരു വിഷയം വലിയ രീതിയിൽ തന്നെ ഭക്തജനങ്ങളുടെ ഇടയിൽ അസ്വസ്ഥത ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ സമയത്ത് ഈ ഒരു വിഷയം എങ്ങനെയാണ് ഉണ്ടായത്, ഇത് എത്ര നാളായിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് ഇതിനെതിരെ പ്രതികരിക്കുകയും അതോടൊപ്പം തന്നെ ഇത് പൊതുജനങ്ങളിലേക്ക് അല്ലെങ്കിൽ ഭക്തജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന BJPയുടെ ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് നമ്മോടൊപ്പം ഇന്ന് ചേരുകയാണ്. അനിൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, എന്താണ് ഇങ്ങനെ ഒരു പ്രധാനമായിട്ട് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുണ്ട് കുറേ വിഷയങ്ങൾ നടക്കുന്നുണ്ട്. എന്തെങ്കിലും ഗൂഢാലോചന ഈ ഒരു ക്ഷേത്രത്തിലെ നിലവിലെ സംവിധാനങ്ങൾ തകർക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നുണ്ട്? ഗുരുവായൂർ ക്ഷേത്രത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഒരുപാട് ഭക്തർ ഇവിടെ വരുന്നു. എല്ലാ ദിവസവും ശരിക്കും പറഞ്ഞാൽ 10,000-കണക്കിന് ആളുകൾ വരുന്ന ഒരു ക്ഷേത്ര സങ്കേതമാണ് നമ്മുടെ ഗുരുവായൂർ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്നത് അവിടെ മുഴുവൻ കമ്മ്യൂണിസ്റ്റ് നേതാക്കളും പ്രവർത്തകരെയും എന്താ പറയുക ജോലിക്ക് തിരികെ കയറ്റുന്ന ഒരു സംവിധാനം അത് തന്നെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയൊരു ഉദാഹരണം അടുത്ത ദിവസം ഉണ്ടായത്. ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വത്ത് ഓഫീസിന് തൊട്ട് മുന്നിലും നമ്മുടെ പാഞ്ചജന്യ മനസ്സിന് തൊട്ട് ബാക്കിലായിട്ട് പുതിയൊരു കെട്ടിടത്തിൻ്റെ പണി നടക്കുന്നുണ്ട്. ഈ പണി നടക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു 2 ആഴ്ചത്തോളമായി അവിടുത്തെ നടക്കുന്ന ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വരുന്ന ഭക്തർ പലരായി പറയുന്നുണ്ട് വൈകുന്നേരം ഇവിടെ മത്സ്യമാംസങ്ങൾ ഈ കറി വെക്കുന്നത് പോലുള്ള അത്തരത്തിലുള്ള മാംസത്തിൻ്റെ ഗന്ധം വരുന്നു എന്നുള്ളത്. പക്ഷേ അത് ആ ഒരു സംശയമാണോ എന്ന തരത്തിൽ പല ഭക്തരും സൂചിപ്പിച്ചപ്പോഴും വ്യക്തമായിട്ട് ഇതവിടെ ഉണ്ട് എന്ന തരത്തിൽ കഴിഞ്ഞ ദിവസം ബോധ്യപ്പെട്ടു. അത് നേരിട്ട് അവിടെ ആ വഴി നടന്നു പോയ ഭക്തർ ഇത് നേരിട്ട് കാണുകയുണ്ടായി. അപ്പോൾ ഈ ഭക്തർ തന്നെ അവർ എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഒരു 4 ദിവസം മുന്നേ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ പ്രധാനപ്പെട്ട അധികാരികളെ അവർ നേരിട്ട് വിളിച്ചറിയിച്ചു ഈ പ്രദേശത്ത് ഇത്തരത്തിൽ ഒരു മണം വരുന്നുണ്ട്, ഉറപ്പായിട്ടും അത് മത്സ്യമാംസം അവിടെ വെക്കുന്നുണ്ട്. അപ്പോൾ പല ആളുകളും ഇപ്പോൾ പറയുന്നത് അത് ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധമില്ല എന്ന തരത്തിലാണ് ഇതിനെ ന്യായീകരിച്ച് പറയുന്നത്. ഈ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഇന്നർ റോഡ് എല്ലാവർക്കും അറിയാം. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഇന്നർ റോഡിൽ കൂടി മത്സ്യമാംസങ്ങൾ കൊണ്ടുപോകുന്നത് വിലക്കിയിട്ടുള്ളതാണ്. കാലങ്ങൾക്ക് മുന്നേ ബോർഡ് അടക്കം സ്ഥാപിച്ചിരുന്നു. ഹൈക്കോടതി വിധിയുടെ ബോർഡ്, അതായത് ഹൈക്കോടതി വിധി പ്രകാരം ഇത് കൊണ്ടുപോകുന്നത് വിലക്കിക്കൊണ്ടുള്ള ബോർഡുകൾ ഉണ്ടായിരുന്നു ഗുരുവായൂരിന്റെ 4 നടകളിലും. പിന്നീട് കാലക്രമേണ ആ ബോർഡൊക്കെ നശിപ്പിക്കപ്പെട്ടതോ അവിടുന്ന് മാറ്റപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഗുരുവായൂർ ദേവസ്വവുമായി ബന്ധപ്പെട്ട അനുബന്ധ ചില ആളുകൾ നടത്തുന്ന പ്രചരണം ഇത് ഗുരുവായൂർ ക്ഷേത്രവുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇത്തരത്തിലൊരു സംഗതി ക്ഷേത്രത്തിന് തൊട്ടടുത്ത് നടന്നിട്ടില്ല എന്നുള്ള തരത്തിലാണ്. ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഗുരുവായൂർ ദേവസ്വത്തിന് തൊട്ട് മുന്നിൽ, ദേവസ്വം ഓഫീസിന്റെ തൊട്ട് മുന്നിൽ ദേവസ്വം അധികാരികളുടെ മൂക്കിന് താഴത്ത് ഇത്തരത്തിലുള്ളൊരു കാര്യം ഇത് നടന്നിട്ട് ഇത് ആദ്യമായിട്ട് അറിയാനും മനസ്സിലാക്കാം. പക്ഷെ അതല്ല, കുറേ ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഭക്തർ നേരിട്ട് ബോധ്യപ്പെടുത്തുന്നതിൻ്റെ തെളിവ് നമ്മുടെ കൈവശമുണ്ട്. ഭക്തർ തന്നെ നേരിട്ട് ബോധ്യപ്പെടുത്തുകയാണ്. എന്നിട്ട് പോലും ഇത് കണ്ടില്ല എന്ന തരത്തിലുള്ള ദേവസ്വത്തിൻ്റെയും അനുബന്ധ ചില മാധ്യമങ്ങളും അതിൻ്റെ ഒപ്പം ഇന്ന് രാവിലെ ചില മാധ്യമങ്ങൾ നമ്മൾ കാണാൻ സാധിച്ചു. അതെന്താ ഗുരുവായൂർ ദേവസ്വത്തിനെതിരെ നടത്തുന്നത് ദുഷ്പ്രചരണമാണ്. ഇവിടെ പറയുന്നത് ഒരിക്കലും തെറ്റായ കാര്യമല്ല, നടക്കാൻ പാടില്ലാത്തത് ചോദ്യം ചെയ്തു ഭക്തർ. അപ്പൊ അത്തരം കാര്യങ്ങൾക്ക് നേരെ ദേവസ്വത്തിന്റെ ആളുകൾ പറയുന്നത് അത് നടന്നിട്ടില്ല എന്ന തരത്തിൽ അവര് അങ്ങനെ ഒരു പ്രൊപ്പഗൻഡ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും വിജയിക്കില്ല. അത് മാത്രമല്ല, ഭക്തർക്ക് വളരെയധികം വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും വലിയൊരു വിഷയം അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പവിത്രതയും കളങ്കമുണ്ടാകുന്ന തരത്തിൽ ഈ പെരുമാറ്റം ഭക്തർക്ക് വളരെയധികം മനോവേദന ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഇനിയും കണ്ടില്ല എന്ന ആ രീതിയിൽ ഗുരുവായൂർ ദേവസ്വം മുന്നോട്ട് പോവുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള ഭക്തജന പ്രക്ഷോഭം ഞങ്ങൾ സംഘടിപ്പിക്കും.
ഇപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്, ഇതിന് മുന്നേ പരാതിയായിട്ട് പോയിട്ടുണ്ടോ? അതായത് ഈ ഭക്തർ, ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച സ്ഥിരം എന്നറ തൊഴുതു വരുന്ന ആ സമയത്ത് വരുന്ന ഭക്തരുണ്ട്. അവര് ഈ വിഷയം ഇതിന് മുന്നേ അവരുടെ ശ്രദ്ധയിൽ പെട്ടിട്ട് അവര് നേരിട്ട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഗുരുവായൂർ ദേവസ്വത്തിന്റെ പ്രധാന ചുമതല ഇരിക്കുന്ന ആളുകൾക്ക് അവരിതിന്റെ വാട്സപ്പിലൂടെ വോയിസ് അയക്കുകയാണ്, ഇങ്ങനൊരു സംഗതി ഉണ്ട്, ഇവിടെ ഇത്തരത്തിൽ മത്സ്യമാംസങ്ങൾ പാചകം ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അവിടെ നിന്ന് തിരിച്ചു വരുന്നു, നമുക്ക് നോക്കാം എന്ന തരത്തിൽ വളരെ ലാഘവ ബുദ്ധിയോട് കൂടിയിട്ട് അവർ വിട്ടു. അതിന്റെ ഭാഗമായിട്ടാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ തൊഴിലാളികൾ അവിടെ വന്ന സമയം മുതൽ, ഇപ്പോൾ കരാറുകാരൻ സ്വാഭാവികമായിട്ടും ഈ തൊഴിലാളികളോടെ കൊണ്ടാക്കിയ സമയം മുതൽ ഇതര സംസ്ഥാന തൊഴിലാളികളാണ്, അവർ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഭക്ഷണമാണ് അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറേ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്നിപ്പോൾ അറിയാൻ സാധിച്ചത്, കരാറുകാരനോട് ഗുരുവായൂർ ദേവസ്വം അതിനെക്കുറിച്ച് അന്വേഷിച്ചു എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഭക്തരെല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരു നടപടിയാണ്. ഇത്തരത്തില് മേലാൽ ആവർത്തിക്കാതിരിക്കാൻ എന്ത് ദേവസ്വം ചെയ്തു? അതാണ് സ്വാഭാവികമായിട്ടുള്ള ചോദ്യം. എന്ത് ഗുരുവായൂർ ദേവസ്വം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, അതായത് ഭക്തർക്ക് മനോവേദന ഉണ്ടാക്കുന്ന, ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ചൈതന്യത്തെ കളങ്കപ്പെടുത്തുന്ന ഇത്തരം നടപടിയിൽ എന്ത് നടപടിയാണ് ഗുരുവായൂർ ദേവസ്വം എടുത്തത്? അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അപ്പോൾ അത് ഈ മൗനം പാലിക്കുന്നിടത്തോളം കാലം അത് മറ്റുള്ള ആളുകൾക്ക് അതൊരു പ്രചോദനമാകും. ഇത് വീണ്ടും ആവർത്തിക്കും. 100% ഇവിടുത്തെ ഭക്തർ എല്ലാവരും ഒത്തൊരുമിച്ച് പറയുന്നുണ്ട്, ഇത്തരത്തിലുള്ള പ്രവർത്തനം മുമ്പോട്ട് പോയാൽ ശക്തമായിട്ടാണ്, യാതൊരു തർക്കവും അതിൽ രാഷ്ട്രീയം ഒന്നുമില്ല, ഭക്തർ മുഴുവൻ അത്തരം കാര്യങ്ങൾ അണിനിരക്കും. അതിന് ഭാരതീയ ജനതാ പാർട്ടി എന്ത് വില കൊടുത്തും ആ പ്രതിഷേധത്തിന് മുന്നിൽ ഞങ്ങളുണ്ടാവും. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ മറ്റൊരു ഉത്തരവ് വന്നിട്ടുണ്ട്. ഈ ഒരു ക്ഷേത്രത്തിലൊരു മുസ്ലിം പെൺകുട്ടി റീൽസ് എടുത്തൊരു വിഷയം, അത് മുട്ട ചേർത്ത കേക്ക്. പക്ഷെ ആ ഒരു സംഭവത്തിൽ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്, അതീവ സുരക്ഷാ മേഖലയിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് അനുവാദം കൊടുക്കുന്ന ദേവസ്വത്തെ വിമർശിച്ചൊരു താക്കീത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഹൈക്കോടതി ഭക്തജനങ്ങൾക്കൊപ്പം തന്നെയാണ്. തീർച്ചയായിട്ടും ആ വിധി ശരിക്കും പറഞ്ഞാൽ സ്വാഗതാർഹമാണ്. കാരണം ഇതിനു മുന്നേ ഒരുപാട് സുരക്ഷാ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ബൈക്ക് ഓടിച്ചിട്ട് ഒരു ചെറുപ്പക്കാരൻ ഗുരുവായൂർ ക്ഷേത്രത്തിന് നടവരെത്തി, ബൈക്ക് ഓടിച്ചിട്ട്. പിന്നീട് പോലീസ് അയാളെ ഈ ഏകദേശം ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ നടയിൽ കൂടി വന്നിട്ട് ഏറ്റവും അവസാനം നമുക്കവിടെ അറിയാം ഒരു ബാരിക്കേഡ് സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ എത്തിയിട്ട് അവിടുത്തെ കടക്കാരും പോലീസും കൂടി ഇയാളെ പിടിക്കുകയാണ് ചെയ്തത്. പിന്നീട് പറഞ്ഞു അയാൾ എന്തോ മദ്യപിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഒരു ബൈക്കുകാരൻ വിചാരിച്ചാൽ പോലും വളരെ നിഷ്പ്രയാസം ഗുരുവായൂർ ക്ഷേത്ര നടയിൽ കൂടി എത്താൻ സാധിക്കുന്നു. ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച പോലെ ഗുരുവായൂർ ക്ഷേത്ര സുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ റീലുകൾ എടുക്കുക, അതിന്ന് ശരിക്കും പറഞ്ഞാൽ റീലുകൾ എടുത്ത് അവർ വ്യക്തിപരമായിട്ട് അവർക്ക് എന്താ പറയുക പബ്ലിസിറ്റി ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ട്. ഞങ്ങൾ പലതവണ ഭാരതീയ ജനതാ പാർട്ടി ഗുരുവായൂർ ദേവസ്വം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വളരെയധികം ഭക്തർക്ക് എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ കിഴക്കേ നടയിൽ ഇപ്പൊ ഈ നേരത്തെ സൂചിപ്പിച്ച വിഷയം, ഈ റീലില് നേരത്തെ ജസ്റ്റ് എന്ന് പറയുന്ന ആ വിഷയത്തിൽ പോലും ഈ അഷ്ടമിരോഹിണി നാളില് അവർക്കെതിരായിട്ട് ആരോ കമന്റ് ഇട്ടു എന്ന് പറഞ്ഞിട്ട് ഗുരുവായൂർ ക്ഷേത്ര നടയിൽ ആ കമന്റ് ഇട്ട സ്ത്രീയെ കണ്ടപ്പോൾ ഇവരും ഇവരുടെ കൂട്ടാളികളും ചോദ്യം ചെയ്യുകയാണ്. ഗുരുവായൂർ ക്ഷേത്ര നടയിൽ ഭക്തിസാന്ദ്രമായ ഒരു സാഹചര്യത്തിൽ ഈ അഷ്ടമിരോഹിണി നാളിൽ ഭഗവാനെ കണ്ണനെ തൊഴാൻ വരുന്ന ഭക്തർക്ക് മുന്നിൽ വെച്ചിട്ട് അവിടെ ഇവർക്കെതിരെ കമന്റ് ഇട്ടു എന്ന് പറഞ്ഞിട്ട് ചോദ്യം ചെയ്യുന്നു. അതുമായി ശരിക്കും പറഞ്ഞാൽ സഭ്യമല്ലാത്ത ഭാഷയിൽ അവിടെയുള്ള പ്രതികരണം, അതൊന്നും ഒരു കാരണവശാലും അനുവദിക്കാൻ സാധിക്കാത്തതാണ്. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി ഇത്തരത്തിലുള്ള ഒരു വിധി പറഞ്ഞതും അല്ലെങ്കിൽ ആ അഭിപ്രായം പ്രകടിപ്പിച്ചത് ഹൈക്കോടതി. ഇപ്പോൾ ഇത് ഇനി ആവർത്തിക്കാതെ ഇരിക്കാനായിട്ട് ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് ഇത്തരത്തിലുള്ള ഒരുപാട് വീഴ്ചകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്താ വെച്ചാൽ പ്രതീക്ഷിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പരാതിയുമായി മുമ്പോട്ട് പോകുന്നുണ്ട്. ദേവസ്വത്തിനും അതിന് മീതയ്ക്കുള്ള അധികാരികൾക്കും ഞങ്ങൾ പരാതി കൈമാറുന്നുണ്ട്. അപ്പോൾ അത് അത്തരത്തിൽ ഇനി ആവർത്തിക്കരുത്, അതാണ് ഇവിടുത്തെ ഭക്തരും ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പം വെച്ചാൽ അത്തരത്തിൽ ഞങ്ങൾ പരാതികൾ മുന്നോട്ട് പോകുന്നുണ്ട്. ബാക്കി ഗുരുവായൂർ ദേവസ്വം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ രാഷ്ട്രീയവൽക്കരിച്ചു കഴിഞ്ഞു. ഗുരുവായൂർ ദേവസ്വത്തിലെ ഈ സ്റ്റാഫ് പോലും ഭൂരിഭാഗം എന്ന് പറയുന്ന CPM നേതാക്കളും അണികളുമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത്.